കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്ന് ബിന്ദു എന്ന വീട്ടമ്മ മണിക്കൂറുകൾ മണ്ണിൽ കുടുങ്ങി അതിദാരുണമായി കൊല്ലപ്പെട്ടു. ഈ കെട്ടിടം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണെന്ന 2013 റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് കൈവശം വെച്ചുകൊണ്ടാണ് ഈ വീട്ടമ്മയെ കൊലയ്ക്ക് കൊടുത്തതെന്ന് ഓർക്കുമ്പോൾ LDF സർക്കാരിന്റെ മനുഷ്യത്വരഹിത സമീപനത്തെയാണ് ഇത് വ്യക്തമാക്കുന്നത്. കാലഹരണപ്പെട്ട് ഇടിഞ്ഞു വീഴാറായ കെട്ടിടം പൊളിച്ചു മാറ്റി ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താതിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാവൂ. അതാണ് ജനാധിപത്യ മര്യാദ. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും ഈ സംഭവത്തെ തുടർന്ന് കേരളത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് പ്രതിപക്ഷ നേതാക്കളും പൊതുജനങ്ങളും ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ശക്തമായ ഭാഷയിൽ കുറ്റപ്പെടുത്തുകയും അവരുടെ രാജി ആവശ്യപ്പെടുകയും ചെയ്തു. മന്ത്രിപദം അലങ്കരിക്കാനുള്ള വീണ ജോർജിന്റെ യോഗ്യതയെക്കുറിച്ച് CPM-നുള്ളിൽ പോലും വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ബിന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയോട് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ ഈ സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് അവർ ശ്രമിച്ചത്. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ സമീപകാലത്തുണ്ടായ ഗുരുതര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളുടെ ശക്തമായ വിമർശനവും മന്ത്രി നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തകർന്ന കെട്ടിടം ഉപയോഗശൂന്യമാണെന്നും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിട്ടില്ലെന്നും വീണ ജോർജ് ആദ്യം പറഞ്ഞിരുന്നു. പിന്നീട് ഇത് തെറ്റാണെന്നും തെളിഞ്ഞു. ഈ തെറ്റായ പ്രസ്താവന രക്ഷാപ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുന്നതിന് കാരണമായതായി ആരോപണം ഉയർന്നു. കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെന്നും ആശുപത്രികളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്ന യാഥാർത്ഥ്യവും ഈ ദുരന്തങ്ങൾ വെളിപ്പെടുത്തുന്നു. മന്ത്രി എന്ന നിലയിൽ രോഗികളുടെ സുരക്ഷയും കാര്യക്ഷമമായ ആരോഗ്യ സേവനവും ഉറപ്പാക്കേണ്ടത് വീണ ജോർജിന്റെ അന്തിമ ഉത്തരവാദിത്വമാണ്.